വല്ലാത്തൊരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി. നേരെ എത്ര പോരായി. ഇതിപ്പോ ഞാൻ നീച്ച് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി, എന്നിട്ട് ഈ കുട്ടി ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഞാൻ വരും, ഈ അവിടെ നിന്നാ മതി. ഉറപ്പല്ല എന്നെ പറ്റിക്കൂലല്ലോ. ഇങ്ങോട്ട് നോക്ക്, എന്റെ നല്ലൊരു ജീവിതം ഒഴിവാക്കിയിട്ടാണ് ഞാൻ എന്റെ കൂടെ വരണത്. ലാസ്റ്റിന്റെ 4 മണിക്കൂർ ഫോണിലാണ്. ആരോടാണോ ഈ പെൺകുട്ടി ഇങ്ങനെ ഫോൺ വിളിക്കണത്? എപ്പോഴും ഫോൺ വിളിച്ചിങ്ങാണ്ടാണ്. മോനോടാണെന്റെ ഇമ്മാതിരി വിളിക്കോ? അവനക്ക് അവിടെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കോ? കുഞ്ഞോളെ, കുഞ്ഞോളെ, ഡീ ഇവിടെ ഒന്ന് വന്ന ചോറും കൂട്ടാനൊക്കെ കഴിക്കണിച്ചാ മിറ്റൊന്ന് അടിക്ക് പോയിട്ട്. ഓ, ഈ തള്ള 24 മണിക്കൂർ കുഞ്ഞാളെ കുഞ്ഞോളെന്ന് വിളിച്ചിട്ടാണ്. അവിടെ കിടന്ന് വിളിക്കട്ടെ. ഈ പറയും അത് ഇവിടുത്തെ ആ തള്ളന്റെ കൂട്ടം പറയാണ്. ഒരു സുഖം തരൂല, എപ്പോഴും വിളിച്ചിങ്ങാണ്ട. ഞാൻ ഇവിടുന്ന് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇറങ്ങും. ഏത് കുഞ്ഞോള്? ഒരു വിവരമില്ല കുട്ടീൻ്റെത്. എമ്മത്തൊരു അനുസരണയാത്ത കുട്ടി. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലായി. ഒരു കൊല്ലത്തിൻ്റെ അടുക്ക് ഇങ്ങനെ തന്നെ. ഓ, ഇവിടെ ഉണ്ടാവുമ്പോ, നാട്ടിലുണ്ടാവുമ്പോ മാത്രം എന്തെങ്കിലും പെരുമാറ്റത്തിനൊരു മാറ്റം ഉണ്ടാവും. തീരെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തൊരു കുട്ടി. ഈ ടൗണിൽ വന്ന് നിന്നാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അവിടെ വന്ന് സംസാരിക്കാം. ഞാൻ സംശയം തോന്നാതിരിക്കപ്പെടുന്ന ഇതിൻ്റെ ഡ്രസ്സോ ഒന്നും എടുക്കണില്ല. പണ്ടം മാത്രം ബാഗിലിട്ടുങ്ങാണ്ട് വരണ്ടേ. എന്നാ ശരി. എന്നാ ഞാൻ വെക്കുകയാണേ. ഇനി നമ്മൾ സംസാരിച്ചിരുന്നുണ്ടെങ്കിൽ നേരം ഒഴുകും. അല്ലെങ്കിലും ഇവിടുത്തെ ഉമ്മാക്കൊരു സംശയം ഉണ്ട്. അതൊക്കെ പോട്ടെ. ആ സംശയം ഇന്നത്തോടാണ് മനസ്സിലായിക്കോളും തള്ളക്ക് സംശയിച്ചത് ശരിയാന്നുള്ളത്. എന്നാ ശരി, ഞാൻ വെക്കട്ടെ എന്നാ. ഇന്നത്തോടെ എൻ്റെ ആഗ്രഹിച്ച ജീവിതം കിട്ടാൻ പോവാണ്. എത്ര കൊല്ലത്തെ ആഗ്രഹമാണ്. മുറ്റത്താണെങ്കിൽ പുല്ല് നിറച്ചിൽ തുടങ്ങിയിരിക്കണം. ഒരു മഴ പെയ്താൽ പിന്നെ പുല്ല് നിറയും. ഈ ഒരു പെൺകുട്ടി വല്ലാത്തൊരു പെൺകുട്ടിയാണ്. ഇതിപ്പോ മകനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചെന്നുള്ള പേരെന്നെ ഉള്ളൂ. പേരൻ്റെ ഉള്ളത്തെ പണി മൊത്തം ഞാൻ തന്നെ എടുക്കണം. പേരിനൊരു മരോള് എന്ന് പറയാം. എല്ലാ കുഞ്ഞോളെ, ഇജിപ്പോ എവിടുക്ക പോണത്? അതുമ്മ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പോവുകയാണ്. ഇത്ര രാവിലെ തന്നെ ഫ്രണ്ടിനെ കാണാനോ? ഇതിപ്പോ എന്നും ഈയിടായിട്ട് ഇടക്കും തലക്കൊക്കെ ആ കടലാസ് ശരിയാക്കാണ്ട് ഈ കടലാസ് ശരിയാക്കാണ്ട് തന്നെ അങ്ങോട്ട് പുറത്തേക്ക് പോക്കാണല്ലോ. ഇതിപ്പോ നേരെ 7:30 8 മണി ആയിട്ടുള്ളൂ. അതിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഫ്രണ്ടിനെ കാണാൻ പറഞ്ഞിട്ട് പോണത്. ഏത് ഫ്രണ്ടിനെ കാണാൻ ഇത്ര നേരത്തെ? എനിക്ക് അങ്ങാടിയിലെ ഏത് ഫ്രണ്ട് എനിക്ക് വന്നിക്കല്? അവൾക്ക് എന്താ ഷോപ്പിൽ നിന്ന് എന്തോ സാധനം എടുക്കാണ്ട് പറഞ്ഞിന്ന്. അപ്പൊ എന്നോട് ചെല്ലാൻ പറഞ്ഞതാണ്. ഞങ്ങൾ ഇപ്പൊ തന്നെ വരും. ഞാന് ഇതിപ്പോ നല്ല കഥ കേട്ടോ. അന്നെ ഞാൻ എത്ര പോലെ വിളിച്ച അടുക്കളയിൽ നിന്നുങ്ങാണ്ട് ഈ മിറ്റൊന്ന് അടിച്ചു വരീന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള ഒരു പണിച്ച് എടുക്കൂല. എൻ്റെ തിരുമ്പാനുള്ളത് വരെ ഞാൻ തിരുമ്പണം. കല്ലുമ്പോ തിരുമ്പണ്ട, വാഷ് മെഷീനിലിട്ട ഒരു കുളിയും ഈ 24 മണിക്കൂർ ഫോണിലും. ഈ ഇപ്പൊ പോണത് എൻ്റെ മാപ്പിള അറിഞ്ഞിക്കണോ? അല്ല എന്നോട് വിളിച്ചിട്ട് ചോദിക്കും, എന്നോട് ചോദിച്ചിട്ടാണോ പോയത് എന്നുള്ളത്. അറിഞ്ഞിക്കണോ? ഞാൻ കുഞ്ഞാങ്കാക്കാനോടൊക്കെ പറഞ്ഞിക്കണമ്മ. കുഞ്ഞാങ്കാക്കാനോട് പറയാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂലല്ലോ. ഒട്ടനവധി ഫ്രണ്ട്സുകളെ ഉമ്മ കണ്ടിട്ടുണ്ട്. എന്നാലും 24 മണിക്കൂർ രാവും പകലും ഫോണിൽ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന ഫ്രണ്ട്സുകൾ ആദ്യമായിട്ട് കാണുകയാണ്. ഇക്കുണ്ട് അടുത്തികൾക്കും അഞ്ചത്തികൾക്കും ഒക്കെ മക്കളും മരുക്കളും. ഓരോട് ആരോടില്ലാത്ത ഒരു കളിയാണ് ഇവിടെ എൻ്റെ അടുത്തുള്ളത്. അതുമ്മ, ഞാൻ എൻ്റെ ഫ്രണ്ട്സുകൾക്കാണ് വിളിക്കണത്, വേറെ ആർക്കും അല്ല. ഞങ്ങൾ ഇങ്ങനെ സംശയിക്കാൻ മാത്രം. ഇമ്മാന്റെ കാലല്ലല്ലോ ഇപ്പോ. എൻ്റെ സ്കൂൾ മുതൽ കോളേജ് വരെയുള്ള ഫ്രണ്ട്സുകൾ ഇപ്പൊ എനിക്ക് വാട്സപ്പിൽ വിളിക്കും. അവരുടേതായ കാര്യങ്ങൾ ഓരോന്നിങ്ങനെ പറയും. ഞാൻ പെട്ടെന്ന് വരും. ഞാൻ കുഞ്ഞാങ്കാക്കാനോട് പറഞ്ഞിരിക്കണം, ഞാൻ പറയാതെ പോകൂലല്ലോ. എന്നാ പെട്ടെന്ന് പോയിട്ട് പോരെ. ഇജ്ജ് പറഞ്ഞത് ശരി തന്നെയാണ്. ഇമ്മാക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. ഇമ്മാക്ക് പ്രായം ഇതൊക്കെ ആയാലോ കുറച്ച്. എന്നാലും കുറച്ചൊക്കെ കണ്ടാലും കേട്ടാലൊക്കെ മനസ്സിലാവും. മനസ്സിലാവാതിരിക്കാനും ഇമ്മ പൊട്ടത്തി ഒന്നല്ല. 4 മണിക്കൂർ ഫോൺ റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല. ഇടക്ക് കുഞ്ഞോ വിളിച്ചിട്ട് ചോദിക്കും,
ഓളെന്താ ഫോൺ ബിസി ആണല്ലോ, ഫോൺ എടുക്കണിയല്ലോ എന്നൊക്കെ. എന്നാലും ഇമാതിരി ഒരു ഫ്രണ്ട്സുകൾ ഉണ്ടാവുക. എന്തായാലും വണ്ടിയിലേക്ക് ഞാൻ പോയിട്ട് പോരെ. ഞാൻ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓനോട് സമ്മതം ചോദിച്ചിക്കണില്ലേ? ആ, സമ്മതം ചോദിക്കാതെ പോവാൻ നിക്കണ്ട. വെറുതെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കേൾക്കാൻ വയ്യ ഓൻ്റെ തൊള്ളയെ കേൾക്കണത്. ഞാൻ പോരെ. ആ ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. തള്ളന്റെ ഓരോ ചോദ്യം. ഹലോ ഡാ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയേക്കണ് ഇട്ടാ. ഇന്നെ പറ്റിക്കൂലല്ലോ? അതൊക്കെ ഞാൻ പറഞ്ഞു ഒപ്പിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിയേക്കണ്. ഒരു സംശയം തോന്നാത്ത രീതിക്കാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയേക്കണ്. എന്നാ ഓക്കെ. ഞാൻ ടൗണിലുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തുണ്ടാവും. ഓക്കെ എന്നാ ശരി. ഈ പെൺകുട്ടി ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തത്? കട്ടാക്കണെന്താ? നേരം കൊറേ ആയി പോയിട്ട്, ഇപ്പൊ വരാന്നറിഞ്ഞ് പോയതാണല്ലോ. വല്ലാത്തൊരു മലക്കറപ്പ. എവിടേക്കാണ് ഈ പെൺകുട്ടി പൊയ്ക്കണത്? ഇപ്പത്തെ പെൺകുട്ടികളാണെങ്കിൽ പിടിച്ച് വെക്കാനും പറ്റൂല. അതാണ് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചേ. ഇതാണെങ്കി ഓനിപ്പോ വിളിച്ചിട്ടില്ല. ഓനക്ക് വിളിക്കുമ്പോ തന്നെ ഓന് ഫോണ് കട്ടാക്കി. എന്താ ഇപ്പത് നടക്കണ റബ്ബേ? ഒന്നും മനസ്സിലാവണില്ല. പെൺകുട്ടി എന്തേർക്ക് കണക്കൂട്ടിക്കണത് റബ്ബേ? ആ, മോനാണല്ല. ഹലോ മോനെ, ഇജ്ജ് എന്താടാ ഇത്രയും നേരം വിളിക്കാഞ്ഞത്? കുഞ്ഞോള് ഇവിടുന്നേ രാവിലെ പോയതാണ് ഫ്രണ്ട്സിനെ കാണാനെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓള് ഈ നേരമായിട്ട് വന്നിട്ട്, നേരെ ഇപ്പൊ 4:30-5 മണിയാവാനായില്ലേ. ഈ നേരമായിട്ട് ഓള് വന്നിട്ടില്ല. ഓൾക്കാണെങ്കിൽ വിളിക്കുമ്പോ ഫോൺ കൊടുക്കണില്ല. ഫോൺ ഇങ്ങനെ കട്ടാക്കിങ്ങോണ്ട് കളിക്കുകയാണ് ഓള്. ചില സമയത്ത് സ്വിച്ച് ഓഫ് ആവും, ചില സമയത്ത് ഓൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു നോക്കും. അപ്പൊ കട്ടാക്കിങ്ങോണ്ട് ഇരിക്കുകയാണേ. എന്ത്? ഇജ്ജ് എന്തൊക്കെയാ പറഞ്ഞു കുഞ്ഞോനെ? ഓള് പോയിന്നോ? ഇജ്ജ് അന്യ നാട്ടിൽ കിടക്കണ ഇജ്ജ് എങ്ങനെ അറിഞ്ഞത് ഇപ്പൊ ഓള് പോയിക്കണേന്നുള്ളത്? അനക്ക് വിളിച്ചിക്കേ? ആരെ കൂടെ പോണേ? വല്ലാത്തൊരു പെൺകുട്ടിയാണ് മക്കളെ. നാട്ടുകാരെയും വീട്ടുകാരെയും പറയിപ്പിച്ചിട്ട് ഈ കുട്ടി എവിടുക്കാ പോയിക്കണത്? കേസ് കൊടുത്തിക്കേ? ബദിരീങ്ങളെ, എന്താ ഞാൻ ഈ കേൾക്കണത്? ആ കുട്ടിക്ക് ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ടാണ് ആ കുട്ടി ഇവിടുന്ന് വേറെ ഒരുത്തന്റെ കൂടെ പോയിക്കണത്? ഉമ്മാന്റെ കുട്ടി കരയല്ലേ? ഉമ്മാന്റെ കുട്ടി കരയല്ലേ? ഒക്കത്തിനൊരു നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഞാനിവിടെ വേറെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചു നോക്കട്ടെ എന്തെങ്കിലും ഏതാണ് സംഭവം എന്നുള്ളത്. ഇമ്മാക്ക് ഇപ്പൊ ഈ പെരന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ എവിടെ അന്വേഷിച്ചിറങ്ങാനോളെ? ഇല്ല, ഉമ്മ അന്വേഷിച്ചിറങ്ങൂല. അമ്മമാരൊക്കെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇല്ല എന്നാ ആർക്കും വിളിക്കണില്ല. എന്റെ കുട്ടി കരയല്ലേ? ആയിക്കോട്ടെ, കരയല്ലേ? വെക്ക് എന്നാല്. ഞമ്മ വെച്ചോളാം. മടി കരയരുത് കേട്ടോ. എന്നാ ശരി. ബദിരീങ്ങളെ, ഈ പെൺകുട്ടി എന്റെ കുട്ടീനെ ചതിച്ചിട്ടാണല്ലോ പൊയ്ക്കണത്. ഒരു കാലത്ത് കോണം പിടിക്കൂല ഈ പെണ്ണ്. ഒരു കുറവില്ല ഇവിടെ. ഒരു കുറവും വരുത്താതെയാണ് ഓളെ ഞാൻ ഇവിടെ നോക്കിയത്. സ്വന്തം മകളെ പോലെ നോക്കിയിട്ട് ഓള് നെഞ്ഞത്ത് ചവിട്ടി പോയല്ലോ ഓള്. ഓളെ ഫോൺ വിളി കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം കുടുങ്ങി. എന്നാലും എന്റെ കുട്ടീന്റെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ഓള് പോണ്ട ആവശ്യം ഉണ്ടായിന്ന. ഓളേന്ന് വെച്ചിട്ട് ജീവൻ വെച്ച് കളയുന്ന എന്റെ കുട്ടിയായിന്ന്. ഒരു കുറവും വരുത്തിയിട്ടുണ്ടായില്ല. ഇത്താ, നിങ്ങൾ മരിയോളില്ലെന്ന് ഇവിടെ? മരിയോളെ അറിഞ്ഞിത്താ? നിങ്ങളെ മരിയോളെ പോയിന്നുള്ളത് ഞാൻ മാത്രല്ല, ഈ നാട്ടിലുള്ള പകുതി മുക്കാൽ ആൾക്കാർ അറിഞ്ഞേക്കണ്. നിങ്ങൾ മാത്രം അറിയാൻ ബാക്കി ഉണ്ടായിന്നുള്ളു. ഞാൻ ഇപ്പോഴാണ് അറിയണത് എന്റെ കുട്ടിയെ ഓള് പൊയ്ക്കണെന്നുള്ളത്. രാവിലെ എന്നോട് പറഞ്ഞു പോയത് എന്താന്നറിയാൻ എനിക്ക്?
ഞാനിപ്പോ വരെ ഉമ്മ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണെന്ന്. അപ്പൊ ഞാൻ ഓളോട് ചോദിച്ചു, ഈ 7 മണിക്ക് തന്നെ എവിടുക്കാ കുട്ടിയെ ഫ്രണ്ട്സിനെ കാണാൻ പോണേന്ന്? എവിടെ ഇല്ലാത്ത ഏർപ്പാടാണല്ലോ എന്ന്. എന്നാ ഒരു പോണൊരു സൂചന നമുക്ക് കിട്ടാൻ ഒരു ഡ്രസ്സോ ഒന്നുമില്ല, ഒരു മുതൽ ഓള് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയിട്ടില്ല. സാധാ ഒരു ഹാൻഡ് ബാഗ് ഇട്ടുകൊണ്ടാണ് ഓള് പോയിക്കണത്. വേറൊരു മുതൽ ഓള് ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. എന്നാലേ നമുക്ക് എന്തെങ്കിലും സംശയം കുടുങ്ങുള്ളൂ. പിന്നെ എപ്പോഴും ഫോണിൽ ഈ മെസ്സേജ് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെന്താ വിചാരിക്കല്, വല്ല ഫ്രണ്ട്സുകൾ ഈ കോളേജിലൊക്കെ പഠിച്ചിരുന്ന കുട്ടിയല്ലേ. എന്നാലും എന്റെ കുട്ടി ഇപ്പൊ വിളിച്ചിട്ട് കരയാണ് കുട്ടിയെ, അതറിയാം എനിക്ക്. എന്തായാലും വല്ലാത്തൊരു പെൺകുട്ടി. ഞാനൊക്കെ കേട്ട പാടെ തരിച്ചിരിക്കേന്ന്. ഓ, എന്നാൽ ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയല്ലോ. പ്രത്യേകിച്ച് ഇവിടുന്നൊക്കെ കൊണ്ട് പോവാന്ന് പറയുമ്പോ ഒരു അത്ഭുതമാണ്. നിങ്ങളൊന്നും അതിനൊന്നും പറയേ ഒന്നുമില്ല. സ്വന്തം മകളെ പോലെ അല്ലേ നിങ്ങൾ കൊണ്ടിറങ്ങീന്ന്. അതാ പറഞ്ഞ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് സുഖം ഏറിയാലും കേടാണ്. എന്തോ ഒരു കരച്ചില കരയണെന്ന് അറിയോന്. അത് പോരാത്തതിന് കേസ് കൊടുത്തിക്കാണല്ലോ ഓള് ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് ഇവിടെ നിക്കാൻ വെച്ചാന്നറിഞ്ഞാണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണല്ലോ ഓനക്ക് വിളിച്ചിക്കണത്. ബന്ധം വേർപ്പെടുത്തി കൊടുക്കണം എന്ന് അറിഞ്ഞാണ്ട്. ഈ എന്താ പറയല്, ഈ നോക്കിയത് കൂടിന്നല്ലൊക്കെ ഇതിന് പറച്ചില്. അല്ല, ഇജ്ജെങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? എന്നോട് സൽമാൻ പറയേ വിളിച്ചിട്ടേ. ഓൻ വിളിച്ചിട്ട് പറയേ കുഞ്ഞോൻ അവിടെ ഇരുന്നുകൊണ്ട് കയറ് പൊട്ടിക്കുന്നുണ്ട് എന്നുള്ള. ഓൻ വിളിച്ചപ്പോ പറയാ. അപ്പൊ ഓൻ പറയാ എന്നോട്, നിങ്ങളടുത്തൊന്ന് വന്നു നോക്കാന് എന്താ ഇവിടുത്തെ ആയപ്പാടുന്ന്. നിങ്ങളിപ്പൊ അറിഞ്ഞിട്ടുള്ളൂല്ലേ? സൽമാൻ പറഞ്ഞതാവൂലേ അതോ കുഞ്ഞോനോ? ഇക്ക് അപ്പൊ തന്നെ മനസ്സിലായിക്കണ് സൽമാനും ഓനും ഒക്കെപ്പാടതാക്കിയിട്ടുണ്ടാവും എന്നുള്ളത്. ഇജ്ജ് എന്റെ കുട്ടിനോട് ഒന്ന് വിളിച്ച് പറയണേ ഓന്റെ റൂമിലൊന്ന് പോയാക്കാന്. എന്റെ കുട്ടി വല്ല കടുങ്കയും ചെയ്യുവാണാവോ. എന്താ പറയല, ഒരു സമാധാനം ചെയ്യാത്തൊരു ജീവിതമായി പോയി. എന്തെങ്കിലും കുറവ് ഞാൻ ഇവിടെ വരുത്തുകയാണ് ആ കുട്ടിക്ക് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്നേ വാണ്ടിയില്ല. വല്ല അമ്മായിമ്മ പോരോ അല്ല എന്റെ കുട്ടി തന്നെ ഓൻ എന്തെങ്കിലും ഓളെ എന്തെങ്കിലും കാട്ടുക എന്നുണ്ടെങ്കിൽ വാണ്ടീനില്ല. അതൊന്നുമില്ല. എല്ലാം കൊണ്ടും സുഖാണ്. നേരെ പോലത്തെ നീച്ചുണ്ടെങ്കിൽ ഞാനാണ് ഈ പെരൻ്റെ ഉള്ളത്തെ എല്ലാ പണി എടുക്കുന്നത്. ഒരു പണി ആ കുട്ടിനെ കൊണ്ട് ഞാൻ എടുപ്പിക്കലില്ല. ഇനിയിപ്പോ വന്നില്ലെങ്കിലും ഞാൻ എന്താ പണി എടുക്കാതെന്ന് ഞാൻ ചോദിക്കൂല. ഓളെ ഇട്ടെടുത്ത ഡ്രസ്സ് വരെ ഞാനാ തിരുമ്പി കൊടുക്കല്. എന്തിനാ പറഞ്ഞത്, ഓളെ അടിവസ്ത്രം വരെ ഞാനാ തിരുമ്പല്. എന്നിട്ട് പോലും ഞാനൊരു പരാതി ഓളോട് ഞാൻ പറഞ്ഞിട്ടില്ല. പടച്ചവൻ ആകെ ഒരു ആൺകുട്ടിനെ തന്നിട്ടുള്ളൂ. ഓളെ കെട്ടി കൊടുത്തപ്പോ ഞാൻ എന്റെ മകളെ പോലാണ്ട് സ്നേഹിച്ച്. പക്ഷെ ഓള് ഇങ്ങനെ നെഞ്ഞു കുത്തി പോകുന്നുള്ളതേ മനസ്സിൽ ചിന്തിച്ചില്ല. കഴിഞ്ഞില്ലേ, ഓളെ പൊടിയും തട്ടി പോയില്ലേ. ഓൾക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് വലിയ കാര്യമൊന്നും സങ്കടം പറഞ്ഞിട്ടും കാര്യമില്ല. ഓള് പോയി, ഓള് നല്ല സന്തോഷത്തിലാണ് പോയിക്കുന്നത്. എന്നാലും ആ പെൺകുട്ടി കേസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞാണ്ട് കേസ് കൊടുത്തിക്കുക, എന്തോ പണ്ടെന്തോ കൊടുക്കാണ്ട് പറഞ്ഞിട്ട് കേസ് കൊടുത്തിക്കാന്നൊക്കെ പറയുമ്പോൾ എന്താ ഇപ്പൊ പെൺകുട്ടിൻ്റെത്? നിന്റെ ഇടയിൽ ഒരു കുട്ടി ഇല്ലാഞ്ഞത് വലിയ ഭാഗ്യല്ലേ. ആ കുട്ടീനെ ഇട്ടുകാണ്ട് ഓള് പോയിന്ന്. ഇപ്പത്തെ കാലാണല്ലോ. ഞാൻ പറഞ്ഞ് പിന്നെ ആങ്ങളാർക്ക് വിളിക്കാന്നുള്ളത്. ഓൻ പറഞ്ഞ ആരോടും പറയണ്ട. ഓള് പറഞ്ഞത്ര ഇക്ക് ഞാൻ വേണ്ടാന്നുള്ളത്. ഓള് സ്നേഹിച്ച ചെക്കനാണല്ലോ, സ്കൂളിൽ പഠിക്കുമ്പോ സ്നേഹിച്ച ചെക്കനാണ്. ഇന്ന് ആ കുട്ടിക്ക് കല്യാണം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ആദ്യം തന്നെ പെരക്കാരോട് പറഞ്ഞാ പോരെ. ഇത് ഈ കല്യാണം കഴിച്ച ഒരു ചെക്കന്റെ കൂടെ ഒരു കൊല്ലത്തോളം നിന്നിട്ടാണ് ഒരു പിന്നെ സ്നേഹം പുതുക്കണത്. ഇതിനൊക്കെ പ്രേമം എന്നാ പറച്ചില്? ഇതിനൊക്കെ എന്ത് സ്നേഹം എന്നാ പറച്ചില്? അങ്ങനെ സ്നേഹിക്കണ മക്കളാന്നുണ്ടെങ്കിൽ ആദ്യം പെരക്കാരോട് പറയും. അല്ലെ ഈ ഇറങ്ങിപ്പോക്ക് ഓൾക്ക് ഓളെ പെരേന്ന് പോരായിന്ന. ഇത് ഇന്റെ കുട്ടീനെ ഞങ്ങളൊക്കെ നാണം കെടുത്തിയിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട ആവശ്യമുണ്ടാ? ഓളൊന്നും ഒരു കാലത്തും കുണം പിടിക്കൂല. ഒരു കാലത്തും ഓള് കുണം പിടിക്കൂല. നന്നാവാനും പോണില്ല ഓള്. കഴിഞ്ഞില്ലേ. നിങ്ങൾ അത് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിക്കാൻ നിൽക്കണ്ട. നിങ്ങളെ അവിടെ ചെല്ല്. നിങ്ങളെ പണി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോളി. ഞാൻ പെൺകുട്ടി കൊണ്ട് വരൂല്ല. ആ പെൺകുട്ടി നേരെ പോയിക്കണ പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഈ ബന്ധം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യാന്ന് എന്നോളൂ. ഈ നാട് മൊത്തം പാട്ടയക്കണം. നിങ്ങൾ അതിനെ എവിടെ അറിയാന്? പുറത്തേക്ക് ഇതൊന്നും അറിയില്ല. പിന്നെ നിങ്ങളെ കുടുംബക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വിളിക്കാതിരിക്കന്നാവും. എന്തായാലേ ഞാന് പോട്ടെട്ടാ. നിങ്ങൾ ഇനി അത് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണ്ട. പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്രയും കരുതിയാൽ മതി. ഇപ്പത്തെ കാലം അങ്ങനെയാണ്. കാലത്തെ പോക്കൊക്കെ ആ പോക്കാണ്. നമ്മൾ പ്രതീക്ഷിക്കണ ഒന്നല്ല നടക്കുക നമ്മളെ ജീവിതത്തിൽ. അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചാൽ മതി. വരനോടത്ത് വെച്ച് കാണാം ഒക്കെ. നിങ്ങൾ ചെല്ലിങ്ങളെ അകത്തേക്ക് ഇരിക്കുക. ഞാൻ നാട് ചെല്ലട്ടെ. ഞാൻ സൽമാൻ പറഞ്ഞപ്പോ നിങ്ങോട്ട് വന്നതാണ്. ചെല്ലി. ആയിക്കോട്ടെ.
ഇജ് കേട്ടത് ശരിയാണ്. ഇല്ലേ 2-3 ദിവസം ആയിട്ടുള്ളേ. ഇല്ല പരിപാടി ഒന്നും ഇല്ല. എന്ത് പരിപാടി? ഓന്റെ എല്ലാ പരിപാടിയും നമ്മൾ നല്ല ആഘോഷത്തിൽ നടത്തിയായില്ല. എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത്? എന്റെ കുട്ടിക്ക് നെഞ്ഞത്ത് ചവിട്ടിട്ടാണ് ഓള് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്തായാലും അതൊക്കെ പോട്ടെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിവിടെ ആ പെണ്ണിന്റെ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ ഇനി അൽമാരയിൽ ഉണ്ടോ നോക്കുകയാണ്. ഞാൻ ആ പെണ്ണ് ഇവിടുന്ന് പോയതിനു ശേഷം വല്ലാതെ ഇതിന്റെ അകത്തേക്ക് കയറലില്ല. കേറും, അൽമാറൊന്നും വല്ലാതെ തപ്പി തെരഞ്ഞിട്ടില്ല. ഓൻ ഇവിടെ ഉണ്ടായിരുന്നല്ല 2-3 മാസം. ഓൻ തന്നെ കുറെ സാധനങ്ങൾ എടുത്ത് കത്തിച്ചീന്ന്. ബാക്കി ഇനി എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടേ ഞാൻ നോക്കണൊക്കെ എടുത്ത് ഒഴിവാക്കാനൊന്നും കാണാനില്ല. ഇല്ല അല്ലല്ല, കല്യാണം കഴിക്കാത്ത പെൺകുട്ടി തന്നെയാണ്. ഇവന് അവളെ കൂടെ അങ്ങനെ വല്ലാതെ നിന്നിട്ടൊന്നും ഇല്ലല്ലോ. നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ തന്നെ അതിന് ഓർക്ക് പറ്റി. എനിക്ക് വിളിക്കാട്ടടി, കൊറേ നേരം ഇങ്ങനെ ബെല്ലടിക്കണം. ആരാണാവോ? ഞാനേ ഒന്ന് പോയോക്കട്ടെ, എനിക്ക് വിളിക്കട്ടാ. എന്നാ ശരി. ആരാ? ഇമ്മ? ഇജിപ്പൊ എന്തിനാ വന്നിക്കണ്? അല്ല ആരത ഉമ്മ? ജിമ്മാന്ന് വിളിച്ചിങ്ങോട്ട് കേറി വരാന്. അന്റെ ആരാ ഇവിടെ ഉള്ളത്? അന്റെ ആരും ഇവിടെ ഇല്ല. ഇമ്മ, എനിക്ക് തെറ്റു പറ്റിപ്പോയി. ഇമ്മ എന്നോട് ക്ഷമിക്ക്, എന്നെ രക്ഷിക്കണം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കാലായി. ഇമ്മ തെറ്റു പറ്റാൻ എന്താ? പാലുടിക്കണ കുട്ടിയോ? ബുദ്ധിയും വിവരം തൻ്റെയോടൊക്കെ അനക്കില്ലേ? എന്ത് തെറ്റു പറ്റിയെന്നാ പറഞ്ഞത്? എനക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. കണ്ടറിഞ്ഞ് ഇവിടുന്ന് പോയതാണ്. എന്നിട്ട് തെറ്റു പറ്റീന്ന്. എന്നിട്ട് ഓൻ എന്നെ ഇട്ടെറിഞ്ഞ് പോയപ്പോൾ പിന്നെ ഇങ്ങോട്ട് കേറി വന്നിക്കാല്ലേ? എന്റെ മകനക്ക് എന്തിനാ ചണ്ടി? എന്റെ മകനക്ക് ചണ്ടികള് സ്വീകരിക്കണ പേരല്ലത്. ഇത് സത്രമൊന്നല്ല പോണവർക്കും വരുന്നവർക്കും ഒക്കെ കേറി കൂടാന്. ഇമ്മ എന്നെ ഉപേക്ഷിക്കല്ലേ അമ്മ, എനിക്ക് ആരുമില്ല. അങ്ങനെ തന്നെ പറയുള്ളൂ. ഇതല്ലടി, ഇതിനെക്കാട്ടി അപ്പുറം അനുഭവിക്കും. അല്ല അന്നെ ഇവിടെ ഒരുത്തൊക്കെ ഉണ്ടായല്ലോ ഇവിടുന്ന്. എന്നിട്ട് ഓനവിടെ നിന്റെ മകനെക്കാട്ടി പൊന്നു പോലെ നോക്കുന്ന പറഞ്ഞിട്ടാണല്ലോ പോയത് ഇവിടുന്ന്. എന്നിട്ട് അന്നെ പൊന്നും പണ്ടൊന്നിട്ട് പോണി നോക്കണില്ലേ? അല്ല കയ്യുമ്മലും കാൽമലൊന്നും ഇല്ലല്ല, ഉള്ളതൊക്കെ കൊണ്ടോയോ? ഓന് പറ്റിക്കായിരുന്നു. എന്റെ പണ്ടം കണ്ടിട്ടേന്ന് ഓന്. എന്റെ പണ്ട് ഒക്കെ വാങ്ങേണ്ട എന്നെ ഉപേക്ഷിച്ചിമ്മ. എന്നെ രക്ഷിക്കാൻ എനിക്ക് ആരുമില്ല. എന്റെ പെരക്കാരൊന്നും എന്നെ സ്വീകരിക്കണില്ല. അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതല്ല, ഇതിനെക്കാട്ടി അപ്പുറം നരകിച്ച് ജീവിക്കാൻ പോണുള്ളൂ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇന്റെ കുട്ടീനെ കുറച്ചൊന്നല്ല കണ്ണീര് കുടിപ്പിച്ചിക്കണത്, കുറച്ചൊന്നല്ല. ഗൾഫിൽ കിടക്കണ കുട്ടിന്റെ പേരിലാണ് കേസ് കൊടുത്തത്. പണ്ടും പണമൊക്കെ എന്തൊക്കെ തരാണ്ട് എന്ന് പറഞ്ഞിട്ട് നഷ്ടപരിഹാരം പറഞ്ഞിട്ട് എത്ര ഉറുപ്പ്യന്റെ കുട്ടിന്റെ അടുത്ത് വാങ്ങിയത്? അന്നെ ഇവിടെ ഇട്ട് ദ്രോഹിക്കുന്നു പറഞ്ഞിട്ട്. അന്നെ എന്താടി ഇവിടെ ഇട്ട് കണ്ട് ദ്രോഹിച്ചിക്കണ്? പൊന്നു പോലെയല്ല എന്നെ നോക്കുന്നതിന്റെ മകനും ഞാനും. എന്നിട്ട് അന്നെ ഇവിടെ ഇട്ട് കണ്ട് ദ്രോഹിച്ചില്ലേ? ഇപ്പൊ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വരാൻ എനിക്ക് എന്ത് ധൈര്യടി? ഈ പടി ഇങ്ങോട്ട് ചവിട്ടാൻ എനിക്ക് എന്ത് ധൈര്യടി? അന്നെ എന്റെ പെരക്കാരും കേറ്റിടുന്നുണ്ടെങ്കിൽ വില ട്രെയിനും തലച്ചോ പോയിട്ട്, അല്ലെ വില തൂങ്ങിച്ചാവ് പോയിട്ട്. അന്നെ പോലത്തെ പെൺകുട്ടികൾക്ക് ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. ഒരു പെരക്കാരെ വഞ്ചിച്ച് പോണേനുണ്ടല്ലോ കുറച്ചേ ഉണ്ട് മോളെ. നെഞ്ഞത്ത് കേറി കൂടിയ കല്ലുണ്ടല്ലോ വേദന അനുഭവിച്ചു തീരുള്ളൂ. ഇക്കന്റെ ഒരു ന്യായം കേൾക്കണ്ട. ഒരു കാര്യം അറിഞ്ഞോ? ഇന്റെ കുട്ടി നല്ലൊരു ജീവിതത്തിക്ക് കടക്കാൻ പോവുകയാണ്. ഇന്റെ കുട്ടിന്റെ നിക്കാഹാണ് 2 ദിവസം കഴിഞ്ഞാല്. അന്റെ ഉള്ള സാധനം എന്തെങ്കിലും ഇനി ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയെന്ന് അൽമാറയിൽ. അപ്പോഴാണ് അന്റെ കെട്ടിയെന്നുള്ളത്. ഇവിടുന്ന് ഇറങ്ങി പോവുകയാണ് നല്ലത്. ഞാൻ പറഞ്ഞില്ല എന്റെ പെരക്കാർക്ക് എന്നെ വേണ്ടാന്നുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞതാണ് ചെയ്താളാ. കുറച്ചൊന്നല്ല അനുഭവിപ്പിച്ചത് കുറച്ച് മാസങ്ങളൊന്നല്ല എന്റെ കുട്ടി ഇവിടെ വന്നിങ്ങാണ്ട് കിടന്ന് നരകിച്ചത്. നാട്ടുകാരെ വീട്ടുകാരെ എല്ലാരും മുന്നിൽ ഒരു പരിഹാസിച്ചിറിയ നിന്റെ കുട്ടി ഞാൻ മുഖത്ത് നോക്കിയാണ്ട് പെണ്ണുങ്ങൾ ചാടിപ്പോയില്ലടാന്ന് പറഞ്ഞാണ്ട്. ആ വേദന എനിക്കറിയില്ല. അപ്പൊ സുഖജീവിതം തേടിപ്പോയി. ഇതിപ്പോ എന്തായി? എനിക്ക് സുഖമില്ല. ഇപ്പോ മര്യാദ എന്റെ മുറ്റത്തുനിന്ന് ഇറങ്ങി പോയിക്കച്ചി. അതാ എനിക്ക് നല്ലത്. ഉപേക്ഷിക്കല്ലേ എനിക്ക് ആരും. മേലാൽക്ക് ഈ പടി ചവിട്ടരുത്.
ട്ടാ ഞങ്ങളെ സത്രം ഒന്നും ഇവിടെ നടത്തണില്ല. വരുന്നവർക്കും പോണവർക്കും ഒന്നും കേറി കൂടാന്. ഈ വൈക്കിച്ച് കയറരുത് ഒരുമ്പട്ടോളെ. ഇന്നേ വരായിട്ട് എന്നോടൊരു മറുത്തൊരു അക്ഷരം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞീന്നോ? ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നെ സ്വന്തം മകളെ പോലെ കണ്ടറിഞ്ഞീന്ന ഞാന്. ആ ഇജിന്റെ നെഞ്ഞത്തിട്ടുകാണ്ടേ കുത്തിട്ട് ഇറങ്ങിപ്പോയത്. മര്യാദക്ക് ഇറങ്ങിപ്പോയിക്ക് എന്റെ മുറ്റത്ത് നിന്ന്, അല്ലെങ്കിൽ കുറ്റിച്ചൂലെടുത്ത് അടിക്കും ഞാൻ എന്നെ. ഓളും കേറി വന്നിക്കണ്. നാണം കെട്ടോള് ഇത് കേറി വന്നിക്ക. ഇനി എന്റെ മകന്റെ ജീവിതം നശിപ്പിക്കാനാ തോന്നുന്നു. ബദരീങ്ങൾ, ഞാൻ എവിടേക്ക് പോവും? ഇത്രയും നല്ല കുടുംബത്തിന് ആണല്ലേ ഞാൻ ദ്രോഹിച്ചത്. അതിനുള്ള ശിക്ഷയാണ് എനിക്ക്. വീട്ടുകാർ തരുന്ന ജീവിതം ഉപേക്ഷിച്ച് മറ്റൊരുത്തന്റെ വാക്കും കേട്ട് ഇറങ്ങിപ്പോകുന്ന ഏതൊരു പെണ്ണിനും ഈ ഒരു കഥ പാഠമാകട്ടെ.